അടുത്ത ഒരു 100 കൊല്ലത്തേക്ക് ജോബ് മാർക്കറ്റ് വളരെ സേഫായിട്ടുള്ള ഒരു ഹെൽത്ത് സെക്ടറാണ് BSc നഴ്സിംഗുകാർക്ക് ലഭിക്കാൻ പോകുന്നത്. നഴ്സിംഗ് മേഖല മുഴുവനും വളരെ സേഫാണ്. ഇനിയുള്ള 50 വർഷമല്ല 100 വർഷം കഴിഞ്ഞാലും ഒരു പക്ഷേ ഈ മേഖലയില്ലാതെ ഹെൽത്ത് കെയർ ഫീൽഡ് നിലനിൽക്കത്തില്ല. നമ്മൾ BSc നഴ്സിംഗുകാരുടെ ജോലി സാധ്യതയും അവരുടെ ഉപരിപഠന സാധ്യതയുമാണ് ഇന്ന് പരിശോധിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് ഈ നഴ്സിംഗ് പഠിക്കാനായിട്ട് തയ്യാറായി വരുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. ഞങ്ങളെപ്പോലുള്ള കരിയർ ഗൈഡുമാരുടെ അടുത്ത് അവർ വരാറുണ്ട്, സർ നഴ്സിംഗ് പഠിക്കണം. അപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് പുറത്ത് പോകണം, വിദേശത്ത് പോകണം. ഫിലിപ്പീൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഴ്സുമാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യത്തിൽ ഇന്ത്യയാണ്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. അത്രമാത്രം ലക്ഷക്കണക്കിന് നമ്മുടെ പ്രൊഫഷണൽ നഴ്സുമാർ എല്ലാ രാജ്യത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അത് യൂറോപ്പിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഓസ്ട്രേലിയയിലാവട്ടെ, അതുപോലെ തന്നെ GCC കൺട്രീസിലും ധാരാളമായിട്ട്. ഇവിടെ എല്ലാം അവരുടെ നല്ല സാലറി ഘടനയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് BSc നഴ്സിങ്ങിന് അതുപോലെ തന്നെ 122ഓളം LBSൻ്റെ ലിസ്റ്റിലാണ് 122 നഴ്സിംഗ് കോളേജ് BSc നഴ്സിംഗ് പഠനം പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് കേരളത്തിൽ തന്നെയുണ്ട്. മിക്കവാറും ഇനിയും അത് കൂടാനാണ് സാധ്യത. അപ്പോൾ ഇന്ത്യയിൽ എവിടെ പോയാലും നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഏത് കോളേജിലും പഠിക്കാം. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അടിസ്ഥാന സൗകര്യവും നിങ്ങൾക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഏത് നഴ്സിംഗ് കോളേജും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 or 2 ഇയർ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ഒരു പരസ്യത്തിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ മാർച്ച് 2025 മാർച്ചിൽ വന്ന ഒരു വാർത്തയാണ്, പരസ്യമല്ല വാർത്തയാണ്. സർക്കാരിൻ്റെ ബോഡി ആയിട്ടുള്ള കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാരെയും മറ്റ് പ്രൊഫഷണൽസിനെയും റിക്രൂട്ട് ചെയ്യുന്ന നോർക്ക റൂട്ട്സിൻ്റെ ഒരു വാർത്തയിൽ ഇങ്ങനെയായിരുന്നു: സൗദി അറേബ്യയിൽ സ്പെഷ്യാലിസ്റ്റ് നഴ്സുമാരെ ആവശ്യമാണ്. ബേൺ യൂണിറ്റ്, കാർഡിയാക് കെയർ യൂണിറ്റ്, പീഡിയാട്രിക് IC യൂണിറ്റ്, ഡയാലിസിസ് യൂണിറ്റ്, എമർജൻസി റൂം കെയർ, ഓങ്കോളജി സ്പെഷ്യാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ റൂം കെയർ റിക്കവറി യൂണിറ്റ്, അതുപോലെ തന്നെ ന്യൂബോൺ നഴ്സറി. അപ്പോൾ ഇങ്ങനെയുള്ളതിലെല്ലാം തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വിളിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒന്നും PG ആവശ്യമില്ല അവർക്ക്. ക്രിട്ടിക്കൽ നഴ്സിങ്ങിൻ്റെ MSc ഒന്നും വേണ്ട. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള യൂണിറ്റുകളിൽ, വലിയ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ പല യൂണിറ്റുകളുണ്ട്. അപ്പം വലിയ ഹോസ്പിറ്റലിൽ ഈ മേഖലകളിൽ ഇത് പറയാത്ത ഒരുപാട് മേഖലയുണ്ട്. ക്രിട്ടിക്കൽ കെയർ മാത്രമല്ല, എമർജൻസി മാത്രമല്ല, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള യൂണിറ്റിൽ നിന്ന് 2 വർഷത്തെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനഫാണ്, ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ നോർക്ക റൂട്ട്സ് മാത്രമല്ല, ഓവർസീസ് ഡെവലപ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൗൺസിൽ ഒഡപ്പക് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ വളരെ പഴക്കമുള്ള സ്ഥാപനത്തിലും ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുവഴി ആയിരക്കണക്കിന് നഴ്സുമാർ വിദേശത്തോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് നഴ്സിംഗ് എടുക്കുന്നവർക്ക് ഇവിടെ തന്നെ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് സെക്ടറിലുണ്ട്, പ്രൈവറ്റ് സെക്ടറിലുണ്ട്, വിദേശത്ത് പോവുകയും ചെയ്യാം. ഇനി ഈ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് പഠിക്കാവുന്ന ചില പ്രധാനപ്പെട്ട ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ചില MSc നഴ്സിംഗ് ഉണ്ട്. 2 വർഷമാണ് അതിൻ്റെ കാലാവധി. അത് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ്, എമർജൻസി നഴ്സിംഗ് നമ്മൾ പറയുന്ന, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, നമ്മൾ സൈക്കാട്രിക് നഴ്സിംഗ് എന്ന് പറഞ്ഞിരുന്ന മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഇങ്ങനെ ഉള്ള കുറേ സ്പെഷ്യാലിറ്റി MSc കോഴ്സുകൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട
നഴ്സിംഗ് കോളേജിലെല്ലാം ഉണ്ട്, കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് നഴ്സിംഗ് ട്യൂട്ടർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ MSc കഴിഞ്ഞവർക്കുള്ള പോസ്റ്റ് എന്താണ് വിദേശത്ത്, നഴ്സിംഗ് മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യും, നഴ്സിംഗ് സൂപ്രണ്ടായിട്ട്. അപ്പം ഇങ്ങനെ നഴ്സിംഗ് മാനേജറും നഴ്സിംഗ് സൂപ്രണ്ടുമായിട്ടും ട്യൂട്ടറുമായിട്ടുമൊക്കെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു MSc ആവശ്യമാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പഠിപ്പിക്കാൻ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് കയറാനും MSc ആവശ്യമാണ്. ഇനി ഇതിൽ ചില പിന്നീട് ഞാൻ പരിശോധിച്ചപ്പോൾ ഒരു 60-ൽ പരം നഴ്സിംഗ് ഡിപ്ലോമ പിന്നെ സ്പെഷ്യാലിറ്റികൾ നഴ്സിംഗ് മേഖലയിലുണ്ട്. ശ്രീചിത്ര ഹോസ്പിറ്റലിൽ, തിരുവനന്തപുരത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ 3 തരം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നഴ്സിംഗ് ഉണ്ട്. അത് ന്യൂറോ നഴ്സിംഗ് ആണ്, തൊറാസിക് നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡയാലിസിസ് നഴ്സിംഗ് ഉണ്ട്. ഇതിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആഫ്റ്റർ BSc നഴ്സിംഗ്. അത് കുറച്ച് സീറ്റുകളേ ഉള്ളൂ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തുള്ള റിക്രൂട്ട്മെൻറ്റിൽ വളരെ വെയിറ്റേജ് കിട്ടുമെന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും. നിങ്ങളെ സാലറി എത്രയാകുമെന്ന് പറയാം, ലാക്സാണ് സാലറി. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പല കുട്ടികളും വന്ന് ചോദിക്കും ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന വിദേശ രാജ്യം ഏതാണ്. നമുക്ക് പലപ്പോഴും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം GCC കൺട്രീസിലാണെങ്കിൽ അധികം ടാക്സ് ഇല്ല, നമുക്ക് കിട്ടുന്നത് നമുക്ക് കയ്യിൽ വയ്ക്കാം. അപ്പോഴും അത് ലക്ഷങ്ങളാണ്. യൂറോപ്യൻ കൺട്രീസിൽ നല്ല ലക്ഷങ്ങളാണ് കൊടുക്കുന്നത്, ടാക്സ് ഉണ്ടാവും. എങ്കിലും അത് കണക്ക് നോക്കുമ്പോൾ സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ് എന്നുള്ളൊരു കൊച്ചു യൂറോപ്യൻ രാജ്യം, അതുപോലെ തന്നെ മറ്റ് ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, USA ഇതെല്ലാം തന്നെ വൻ ശമ്പള ഘടനയാണ് രജിസ്റ്റേർഡ് നഴ്സുമാർക്ക്, പ്രൊഫഷണൽ നഴ്സുമാർക്കുള്ളത്. ആൺകുട്ടികൾ അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മളെ സർക്കാർ തന്നെ നോർക്ക റൂട്ട്സ് വഴിയൊക്കെ ജർമ്മനിയിലും അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെല്ലാം തന്നെ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതുള്ളത് വളരെ ശുഭകരമായ വാർത്തയാണ്. തീർച്ചയായിട്ടും നഴ്സുമാർക്ക് പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 50% മാർക്കുള്ള ആർക്കും നഴ്സുമാരാവാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ മാർക്കനുസരിച്ച് പലപ്പോഴും 90% കൂടുതലുള്ളവർക്ക് പോലും ചിലപ്പോൾ ലിസ്റ്റിൽ വരാൻ സാധ്യതയില്ല. അത്രമാത്രം ഡിമാൻഡാണ് നമ്മുടെ രാജ്യത്ത് നഴ്സിംഗ് കോഴ്സിനുള്ളതെന്നും കൂടി തിരിച്ചറിയണം. നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അനേകം വർഷം വളരെ സുസ്ഥിരമായിട്ട് ജോബ് സേഫ്റ്റിയുള്ള, ജോബ് സെക്യൂരിറ്റിയുള്ള, നല്ല സാലറി പാക്കേജുള്ള ഒരു ഹെൽത്ത് കെയർ പിന്നെ രംഗത്തുള്ള ഏറ്റവും സുശക്തമായ, സുരക്ഷിതമായ വരുമാനം കിട്ടുന്ന ഒരു സെക്ടർ തന്നെയാണ് നഴ്സിംഗ് സെക്ടർ. ഇതിലൊരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പെഷ്യാലിറ്റിയിൽ പോകാം. ഒരുപക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്യൂട്ടറാവാം, നിങ്ങൾക്ക് നഴ്സിംഗ് മാനേജറാകാം, നഴ്സിംഗ് സൂപ്പർവൈസറാകാം. അങ്ങനെയും വിദേശത്തും നമ്മളെ സ്വദേശത്തും ജോലി ചെയ്യാൻ കഴിയും. വേണമെന്നുള്ളവർക്ക് PhD വരെ എടുക്കാം. നമ്മളെ ഉഹാസിലും ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം നിങ്ങൾക്ക് PhD എടുത്ത് അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തുകയും ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ ഒരു നഴ്സാവാൻ ആവശ്യമായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, എമ്പതറ്റിക്കലായിരിക്കണം, അതുപോലെ തന്നെ ലിസണിങ് സ്കില്ല്, ഒരു പേഷ്യൻ്റ് പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഓവറോൾ സ്മാർട്ട്നെസ്, അതിൽ കമ്മ്യൂണിക്കേഷൻ വരും, നമ്മൾ കോൺഫിഡൻറ്റ് നേച്ചർ വരും, എല്ലാം വരും. കാരണം ഒരു നഴ്സിംഗ് കെയർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കെയറിനോട് ഒരു ഡോക്ടേഴ്സിൻ്റെ കെയറിനെ പോലെ തന്നെ വളരെയധികം പ്രധാനമാണ് ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഓൺലൈനായിട്ട് വിളിച്ചാൽ പോലും ഒരു നഴ്സിംഗ് സംഘം, ഡോക്ടറും നഴ്സും അടങ്ങുന്ന ഒരു സംഘം വീടുകളിൽ പോയി ചികിത്സിക്കുന്ന ഒരു രംഗം കൂടി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ അങ്ങനെയും ഒരു ഫീൽഡ് തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഒരു കോൾ വിളിച്ചാൽ ഡോക്ടറും നഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ വീട്ടിൽ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പിന്നീട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയും പോസ്റ്റുകളുണ്ട്. തീർച്ചയായിട്ടും വിദേശങ്ങളിലല്ലാതെ നേരത്തെ തന്നെ ഉണ്ട്. അപ്പം നഴ്സിംഗ് ഫീൽഡ് വളരെ സുരക്ഷിതമാണ്. ജോലിയിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതിലൊരു ബിരുദം എടുക്കുക. ബിരുദാനന്തര ബിരുദം കൂടെ ചെയ്താൽ നല്ലതാണ്. PG ഡിപ്ലോമ അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി നഴ്സിംഗിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും അതിൽ ഒരു ജോലി കണ്ടെത്താൻ ഉറപ്പായിട്ട് കഴിയും. നിങ്ങൾക്ക് നല്ല ഒരു നഴ്സിംഗ് ജോലിയും നല്ല ശമ്പളവും ആകർഷകമായ ജീവിതവും ഉറപ്പാണ്. താങ്ക് യു.